സംസ്ഥാന സർക്കാരിന്റെ പുതിയ കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതികളും തിരുവനന്തപുരം മാസ്റ്റർ പ്ലാനും തലസ്ഥാന നഗരത്തിൽ നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ക്രഡായി കേരളയും കെട്ടിടങ്ങളുടെ ഉയരത്തിലുള്ള നിയന്ത്രണം കുറച്ചതോടെ ഒരേ കെട്ടിടത്തിൽ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന IT ലോജിസ്റ്റിക് മേഖലയിൽ കൂടുതൽ കമ്പനികളുടെ വരവിന് ഇത് സഹായിക്കും. പുതിയ മാറ്റങ്ങൾ കോസ്റ്റ് ഓഫ് യൂസിംഗ് ബിസിനസ് കുറയ്ക്കുകയും ഹാപ്പിനെസ് ഓഫ് യൂസിംഗ് ബിസിനസ് വർദ്ധിപ്പിക്കുമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായരും ക്രഡായി കേരള ചെയർമാൻ റോയ് പീറ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 71 മാസ്റ്റർ പ്ലാൻ 4 വർഷം കഴിഞ്ഞ് പുതുക്കുമ്പോഴാണ് നമുക്ക് തിരുവനന്തപുരത്തിനും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും വികസനം പോലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ വന്നത്. അതിനകത്ത് അന്നത്തെ കാലത്തുള്ള മാസ്റ്റർ പ്ലാനിൽ നിങ്ങൾക്കൊക്കെ അറിയാം, അതിൽ ITയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, IT പാർക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊന്നും ആ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് അതില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഈ വന്ന മാസ്റ്റർ പ്ലാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ്. കാര്യം ഇനി വരാൻ പോകുന്ന വ്യവസായങ്ങളും കൂടെ അതിനകത്ത് ആ മാസ്റ്റർ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കെട്ടിടം പണിയാനായിട്ട് ഉതകുന്ന ലാൻഡിന്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പം വെർട്ടിക്കൽ ഡെവലപ്മെന്റ് ഉള്ള ലാൻഡിൽ മുകളിലേക്ക് ചെയ്തു പോകാനുള്ള ഒരു സൗകര്യം സർക്കാർ തലത്തിൽ ഒരുക്കി തന്നാൽ മാത്രമേ വെളിയിൽ നിന്നുള്ള ഹൈദരാബാദ് അങ്ങനത്തെ IT നഗരങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 30-40 നിലയുള്ള IT കെട്ടിടങ്ങളുണ്ട്. അവിടെ 40,000-50,000 പേര് ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിലേക്ക് സംജാതമാകാനായിട്ട് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റ്സ് ആണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, കെട്ടിട നിർമ്മാണ മേഖല മാത്രമല്ല, ടൂറിസം സെക്ടർ, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്കെല്ലാം തന്നെ വിദേശത്തു നിന്നുള്ള കമ്പനികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള ബിൽഡിംഗ് റൂൾസിന്റെ അമെൻമെന്റ് ആണ് ഈ സർക്കാർ ഇപ്പം ഈ സമയത്ത് പുറത്തിറക്കിയിരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തിരുവനന്തപുരം നേരിട്ട ഏറ്റവും വലിയ പ്രയാസം നമുക്ക് മാസ്റ്റർ പ്ലാൻ എന്നുള്ളതായിരുന്നു. ആ മാസ്റ്റർ പ്ലാന്റെ ഒരു ലഭ്യത ചിലപ്പോൾ കെട്ടിടത്തിൽ പകുതിയാവുമ്പോഴായിരിക്കും അറിയുന്നത് വേറെ ഏതെങ്കിലും ഒരു സോണാണ് കിടക്കുന്നത്, അഗ്രികൾച്ചർ സോണായിരിക്കും, അല്ലെങ്കിൽ ഇത് വേറെ കെട്ടിടം നമ്മൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു മേഖലയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ ഈ സർക്കാരിന് തന്നെ കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം അവർ തന്നെ ഇത് ഒരു 51 വർഷത്തിന് ശേഷം തിരുവനന്തപുരക്കാൻ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരാനായിട്ട് LSC വകുപ്പിന് കഴിഞ്ഞു. അതേ LSC വകുപ്പും സർക്കാരും ചേർന്നാണ് ഇപ്പൊ ഈ പുതിയ ബിൽഡിംഗ് കോഡിന്റെ അമെൻമെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വീട് വിട്ട് അന്യ സംസ്ഥാനത്ത് പോയി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഇനി കുറയും. കേരളത്തിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരും. ഒരു കമ്പനി ഒരു കെട്ടിടത്തിൽ തന്നെ പല കമ്പനികൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പല കമ്പനികൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തനം നടത്താൻ ഉതകുന്ന രീതിയിലുള്ള വലിയ കെട്ടിടങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും. നമ്മുടെ നാടിന്റെ സ്കൈലൈൻ തന്നെ മാറും. വളരെ പോസിറ്റീവായിട്ട് കിട്ടായി തിരുവനന്തപുരത്തെ കാണുന്നു. ഈ 15 വർഷം മാറ്റി വെച്ചു എന്ന് ഇവിടെ രഘു പറഞ്ഞു. അത് ശരിക്കും ഒരു സാധാരണ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ്. 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ കിട്ടും. ഇതിൻ്റെ ബെനിഫിറ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒത്തിരി പ്രോജക്ട്സ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ഇൻവെസ്റ്റർ വെളിയിൽ നിന്ന് വന്നിട്ട് അവർക്ക് അതിനെ ഏറ്റെടുത്ത് അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ വലിയ പ്രൊസീജിയറൽ ഡിലേസ് ഇല്ലാണ്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അന്നേരം അതിനകത്ത് നിന്നൊക്കെ ബെനിഫിറ്റ് ആവുന്നത് ശരിക്കും അതിൽ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഈ 5 കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫെർദർ എക്സ്റ്റൻഷനും കൂടെ 5 വർഷത്തേക്കും കൂടെ പോസിബിളാണ്. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സെക്രട്ടറി എബ്രഹാം തോമസ്, ക്രഡായി തിരുവനന്തപുരം പ്രസിഡന്റ് അരുൺ അയ്യപ്പൻ ഉണ്ണിത്താൻ, ജയചന്ദ്രൻ, നിഖിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം.